വലഖദ് ആതൈനാ റസൂലനാ ബിൽ ബൈനാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്, ഒരാൾ ഈ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കാതെയോ ഒരാൾ മറ്റൊരാളെ അകാരണമായി വധിക്കുകയോ ചെയ്യാതെ അനാവശ്യമായി ഒരാളെ നിങ്ങൾ കൊന്നുകഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കിയാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നവരെ പോലെയത്രേ. ഒരാളെ നിങ്ങൾ വധിക്കാതെ വെറുതെ വിട്ടാൽ ഫകഅന്നമാ അഹ്യന്നാസ ജമിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്നിട്ട് ആരാണോ ഈ ഭൂമിയിൽ കൊലയും കൊള്ളയും നടത്തി പ്രശ്നമുണ്ടാക്കുന്നത്? അവർ അഹങ്കാരികളാണ്. അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ബൽകാനൂ മിനൽ മുസ്രിഫീൻ. അവർ അഹങ്കാരികൾ, അവർ ഇസ്രാഫ് ചെയ്യുന്നവർ എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇന്നഹു കാന മിനൽ മുസ്രിഫീൻ. ഫറോവയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് വഇന്ന ഫിർഔന ലആലിൻ ഫിൽ അർദ്. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയവനാണ് ഫറോവ. ആ ഫറോവയെ കുറിച്ച് അല്ലാഹു മുസ്രിഫീൻ, അവർ ദുർവ്യയം ചെയ്തവനാണ്, അവൻ ധൂർത്തിന്റെ ഉടമയാണ്, അവൻ അഹങ്കാരിയാണ്, അവൻ ധിക്കാരിയാണ്. അല്ലാഹു ഉപയോഗിച്ച വാക്ക് ദുർവ്യയം ചെയ്യുന്നവനെ കുറിച്ച്, ധൂർത്തുകാരനെ കുറിച്ച് അല്ലാഹു പറഞ്ഞ വാക്ക്, അവൻ ഫറോവയുടെ അനുയായിയാണ്. അവൻ ജനങ്ങളെ മുഴുവൻ കൊല ചെയ്യുന്നവനാണ്. കൊലക്കാരനോടൊപ്പമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഉൾപ്പെടുത്തിയത്. ആരെ? ദുർവ്യയം ധൂർത്തടിക്കുന്നവനെ. ഇന്നകും ലതഅതൂന الرجال شهوة من دون النساء. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ സൊഡോമുകൾ ഉണ്ടായിരുന്നു. തന്റെ ഭാര്യമാരെ ഉപേക്ഷിച്ചിട്ട് ചെറുപ്പക്കാരായ യുവാക്കളുമായി ശാരീരിക ബന്ധം പുലർത്തുന്നവരുണ്ടായിരുന്നു. അവർ ഭൂമിയിൽ അഹങ്കാരികളായിരുന്നു, ധൂർത്തടിച്ചവരായിരുന്നു, ധിക്കാരികളാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ ഭൂമിയിൽ വിവാഹത്തിൽ ധൂർത്ത് കാണിക്കുന്നവരെ, ഭക്ഷണത്തിൽ ധൂർത്ത് കാണിക്കുന്നവരെ, പാനീയത്തിൽ ധൂർത്ത് കാണിക്കുന്നവരെ, അവരാരുടെ ഇനത്തിൽ പെട്ടുപോയി. അവർ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എതിർത്ത ധിക്കാരികളായ പ്രകൃതി വിരുദ്ധ പ്രവർത്തനത്തിൽ ബന്ധപ്പെട്ടവരുടെ പട്ടികയിൽ അവർ ഉൾപ്പെട്ടു. ഏതെല്ലാം കാര്യത്തിലായി? ധൂർത്ത് കാണിക്കുന്നവര് ഫറോവയുടെ കൂട്ടത്തില്, കൊല ചെയ്യുന്നവന്റെ കൂട്ടത്തില്, ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എതിരാളികളായ ആ ഖൗമുകളോടൊപ്പം അവർ സൊഡോമികളായിരുന്നു. പുരുഷന്മാരെ സമീപിക്കുന്നവരായിരുന്നു വികാര വിചാരങ്ങൾക്ക് വേണ്ടി. അവരോടൊപ്പമാണ് അല്ലാഹു തആല ഉൾപ്പെടുത്തിയത്. ആരെ? ധൂർത്തന്മാരെ, ധൂർത്ത് ചെയ്യുന്നവരെ. വെറുതെ ആണോ? വിടൂ അല്ലാഹു തആല. ധൂർത്ത് അഹങ്കാരമായിട്ട് തിന്നുക, കുടിക്കുക, പക്ഷേ ധൂർത്ത് അല്ലാഹു അനുവദിക്കില്ല. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ, നിങ്ങളല്ലെങ്കിൽ ഒരു പാക്കറ്റ് ജ്യൂസ് നിങ്ങൾക്ക് നിക്കാഹിന്റെ സദസ്സിൽ നിന്ന്, കല്യാണ സദ്യയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചാൽ അത് മുഴുവനും നിങ്ങൾ കുടിക്കണേ. അത് പകുതിയാക്കി ഉപേക്ഷിച്ചിട്ട് പോകരുതേ. ആ പകുതിയുമായി ആ വെള്ളം നാളെ ആഖിറത്തിൽ വരും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പകുതി നിങ്ങൾ വർജിച്ചാൽ, ഒഴിവാക്കിയാൽ, ആ ഭക്ഷണത്തിന്റെ ഓരോ ചോറിന്റെ അംശങ്ങളും തരികളും നാളെ റബ്ബിന്റെ കോടതിയിൽ വന്ന് നിനക്കെതിരെ സംസാരിക്കുമത്രേ. പോയില്ലേ? മറുപടി പറയണ്ടേ? എന്നെ നീ പാഴാക്കിയവനല്ലേ? എന്നെ കിട്ടിയാൽ എത്രയോ പേര് കഴിക്കുമായിരുന്നു, ഭക്ഷിക്കുമായിരുന്നു, തിന്നുമായിരുന്നു. അതെല്ലാം നീ ഒഴിവാക്കിയവനല്ലേ? വലിച്ചെറിഞ്ഞവനല്ലേ? പാഴാക്കിയവനല്ലേ എന്ന് നാളെ പറഞ്ഞു കൊടുക്കും. നാളെ ഈ ഭക്ഷണമെല്ലാം, ഈ വെള്ളമെല്ലാം, ഒരു തുള്ളി വെള്ളം നമ്മൾ കളയാൻ പാടില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വയക്റഹു, അല്ലാഹു ഇഷ്ടപ്പെടാത്ത സലാസൻ, 3 കാര്യങ്ങൾ. ഒന്ന് ഖീല വഖാൽ, ആവശ്യമില്ലാത്ത ചർച്ചകൾ. അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഓം പറഞ്ഞു, ഇവള് പറഞ്ഞു, അത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അത് ആരോ എന്ത് പറഞ്ഞു, നമ്മൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാനേ നിൽക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വകസറതു സുആൽ, യാചിക്കുക, അമിതമായി പോയി ചോദിക്കുക. അവന്റെ ആവലാദികൾ വേവലാദികളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ ചോദിക്കുക. അത് അല്ലാഹുവിന് ഇഷ്ടമല്ല. വഇദാഅത്തുൽ മാൽ, ദുർവ്യയം ചെയ്യുക, ധൂർത്തടിക്കുക, പണം വെറുതെ പൊട്ടിച്ചു കളയുക. ഒരു പൊട്ടാസിലൂടെ, ഒരു പൂത്തിരിയിലൂടെ, ഒരു വെടിക്കെട്ടിലൂടെ
ആ പണം നീ പൊട്ടിച്ചു കളഞ്ഞാൽ നിന്നെ അള്ളാഹു വെറുത്തിരിക്കുകയാണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ അതിന് നീ സമാധാനം പറയാതെ നിന്റെ പാദ ചലിപ്പിക്കാൻ കഴിയുകയില്ല, നിന്റെ പാദം അനക്കാൻ സാധ്യമല്ല. വെറുതെ ഒരു തമാശക്ക് ഒരു പൂത്തിരി നിനക്കല്ലാതെന്ന പണം കൊണ്ട് നീ അത് പൊട്ടിച്ചു കളഞ്ഞാൽ അതിന് മറുപടി വാപ്പ പറയണം. വാപ്പല്ലേ പൈസ കൊടുക്കുന്ന മക്കൾക്ക് വാപ്പ പറയണം. പ്രായപൂർത്തിയെത്താത്ത പക്വതയില്ലാത്ത ഈ മക്കളാണ് ഈ പൊട്ടിക്കുന്നതെങ്കിൽ ഈ മക്കളുടെ ഉത്തരവാദികൾ ആരാണോ മാതാപിതാക്കൾ, അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത വാപ്പ നാളെ കയറ്റി നിർത്തും, അങ്ങോട്ട് കയറ്റി നിർത്തും കോടതിയിൽ. അവൻ പൊട്ടിച്ചളഞ്ഞ വെറുതെ പൊട്ടിച്ചളഞ്ഞ പൈസക്ക് മറുപടി പറ. വിടൂല. ഹജ്ജ് ചെയ്തു 100, ഉംറ ചെയ്തു 100, സദഖ ചെയ്തു. നിബിധങ്ങൾ പറഞ്ഞല്ലോ, നീ ഹജ്ജ് ചെയ്തോ, നീ സദഖ ചെയ്തോ, നീ തിന്നോ കുടിച്ചോ, പക്ഷെ ഇളാഅത്തുൽ മാൽ ഇന്നല്ലാഹ കരിഹ അലാ ഉമ്മതി ഇളാഅത്തുൽ മാൽ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എൻ്റെ ഉമ്മത്തിന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുക്കുന്ന കാര്യമാണ് പണം വെറുതെ ദൂർത്തടിച്ചു ചെലവ് ചെയ്യുക. എൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വഴികളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നമ്മൾ കഴിക്കേണ്ട കുടിക്കേണ്ട പണമല്ലയോ ഈ കത്തിച്ചു കളയുന്നത്, കഴിക്കേണ്ട കുടിക്കേണ്ട പണമല്ലയോ നമ്മൾ വെടിവെച്ച് കളയുന്നത്, കഴിക്കേണ്ട കുടിക്കേണ്ട പണമല്ലയോ മാലിന്യ കൂമ്പാരങ്ങളിലേക്ക് വലിച്ചെറിയുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങൾ ഈ പണം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവ് ചെയ്യാതെ നിങ്ങൾ പിശുക്ക് കാണിച്ചു വെച്ചതിന്റെ പേരിലാണ്, പൂഴ്ത്തി വെച്ചതിന്റെ പേരിലാണ്, നല്ല മാർഗത്തിൽ ചെലവ് ചെയ്യാത്തതിന്റെ പേരിലാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ മേൽ ഇതേപോലുള്ള ഓരോരോ അപകടങ്ങളും ഓരോരോ ആപത്തുകളും പരീക്ഷണങ്ങളും കൊണ്ടുവരുന്നത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇത്തഖുശ്ശുഹാ ഫഇന്നശ്ശുഹ അഹ്ലക മൻ കാന ഖബ്ലകും. നിങ്ങൾ പിശുക്ക് സൂക്ഷിക്കണേ, ലുബ്ദ് സൂക്ഷിക്കണേ. നിങ്ങളുടെ മുൻഗാമികളായ സഹോദരങ്ങളെ നശിപ്പിച്ചത് അള്ളാന്റെ മാർഗത്തിൽ നല്ലതുപോലെ ചെലവ് ചെയ്യാതെ ഹറാമിന്റെ വഴികളിൽ ചെലവ് ചെയ്തതിന്റെ പേരിലാ. നിങ്ങളുടെ മുൻഗാമികളെ തകർത്ത് കളഞ്ഞത്, നശിപ്പിച്ചു കളഞ്ഞത് നിങ്ങൾ പണം അള്ളാന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാതെ പിടിച്ചു വെച്ചതിന്റെ പേരിലാണ്. ഹമലഹും അലാൻ സഫഖൂ മഹാരിമ ദിമാഹും വസ്തഹല്ലൂ മഹാരിമഹും. പരസ്പരം കൊല്ലാനും കൊള്ളിവെക്കാനും പരസ്പരം കൊന്നൊടുക്കാനും അവരെ പ്രേരിപ്പിച്ചതിന്റെ കാരണം എന്താ? ഹലാലായ പണം ചെലവ് ചെയ്യാതെ പിടിച്ചു വെച്ചിട്ട് സമ്പത്ത് നിങ്ങൾ പൂഴ്ത്തി വെച്ച് അള്ളാന്റെ മാർഗത്തിലെ ചെലവ് ചെയ്യാതെ വന്നപ്പോ പരസ്യമായി ആ പണം അപഹരിച്ചെടുക്കാൻ, ആ പണം കൊള്ളയടിക്കാൻ ജനങ്ങൾ രംഗത്തേക്ക് ഇറങ്ങിയില്ലേ? ഇന്ന് ഈ ക്രൈസിസിന്റെ പേരിൽ എത്രയോ കടകളാണ് പാവപ്പെട്ടവർ കൊള്ളയടിച്ചത്, എത്രയോ ATMകളാണ് തകർത്തത്, എത്രയോ ബാങ്കുകളാണ് കൊള്ളയടിക്കപ്പെട്ടത്, എത്രയോ വ്യാപാര മേഖലകളാണ് തീ വെച്ച് നശിപ്പിച്ചത്. എന്തിന്? പണമില്ല. പക്ഷേ പണമുണ്ട്, അതുകൊണ്ട് ഗുണമില്ല. അതിന്റെ പേരിൽ തിന്നാനും കുടിക്കാനും വഴിയില്ലാതെ വന്നപ്പോ എല്ലാ മനുഷ്യന്മാരും രംഗത്തേക്ക് ഇറങ്ങുകയാണ്. കൊലയാണ്, കൊള്ളയാണ് പ്രശ്നമാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. പണം നിങ്ങൾ പിടിച്ചു വെച്ചാൽ ഹമലഹും അലാൻ സഫഖൂ ദിമാഹും, പരസ്പരം മനുഷ്യനെ കൊല്ലാൻ അതൊരു കാരണമായി തീരും. വസ്തഹല്ലൂ മഹാരിമഹും, അല്ലാഹു ആദരിച്ച വസ്തുക്കളെ അനാദരിക്കാനും അത് കാരണമാകും. 500ന്റെയും 1000ന്റെയും നോട്ട് കൊണ്ട് നമ്മൾ തിന്നവരല്ലേ, വെള്ളം വാങ്ങി കുടിച്ചവരല്ലേ, പുര കെട്ടിയവരല്ലേ, മക്കളെ കല്യാണം കഴിപ്പിച്ചയച്ചവരല്ലേ. ആ പണത്തിന് വിലയില്ലാതെ വന്നപ്പോ പൂഴ്ത്തിവെച്ച പണങ്ങളെല്ലാം മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിയപ്പെടേണ്ട അവസ്ഥ വന്നില്ലേ? അതെല്ലാം ഇന്ന് മാലിന്യ ജനങ്ങളിലേക്ക് ഒഴുക്കി കളയുകയല്ലേ? അല്ലാഹു ആദരിച്ച പണമല്ലയോ അത് അനാദരിക്കപ്പെടേണ്ട ഒരു സാഹചര്യം എത്തിയതിന്റെ കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പണം ചെലവ് ചെയ്യാതെ പിശുക്ക് കാട്ടിയതിന്റെ പേരിലാണ്, ലുബ്ദ് കാണിച്ചതിന്റെ പേരിലാണ്. എത്ര പേരെ പിടിച്ചു വെച്ചിട്ട് പോയില്ല. എല്ലാം കൊണ്ട് കടലിൽ തള്ള, എല്ലാം കൊണ്ട് കാനയിൽ ഓടയിൽ തള്ളാണ്, എല്ലാം കൊണ്ട് മാലിന്യ കൂമ്പാരത്തിൽ തള്ളാണ്. അള്ളാന്റെ മാർഗത്തിൽ ഒരു 6 റുപ്യ കൊടു, 500 റുപ്യ കൊടുത്തോണ്ട് പിടിച്ചു വെക്കും. 10 റുപ്യ ഇടും. ഇന്ന് ആ 10 റുപ്യ ഇടൂല, വേണമെങ്കിൽ 500 റുപ്യയുടെ 10 റുപ്യ ഇടൂല. അള്ളാഹു കളി തിരിഞ്ഞായി പോയി സംഭവം. ഇങ്ങനെയാണ്, അതാണ് അള്ളാന്റെ കളി.
അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക്